ആലപ്പുഴയിൽ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി മരിച്ചു. ഈ സംഭവം നടന്നിരിക്കുന്നത് ആലപ്പുഴ ബീച്ച് സൈഡിലുള്ള കുട്ടികൾക്കും ഈ ഗർഭിണികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലാണ്, സർക്കാർ ഹോസ്പിറ്റലിലാണ് നടന്നിരിക്കുന്നത്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന്റെ സൈഡിലായിട്ട് ബീച്ച് സൈഡിലുള്ള ഒരു ഹോസ്പിറ്റലാണിത്. ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് ഇന്നും ഇന്നലെയും അല്ല അലിഗേഷൻസ് വരാൻ തുടങ്ങിയത്. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് അലിഗേഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധുക്കൾ പറയുന്നത് ചികിത്സാ പിഴവാണ്, ചികിത്സാ പിഴവ് മൂലമാണ് ഈ മരണം ഉണ്ടായിരിക്കുന്നതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇതൊരു ചെറിയൊരു ശസ്ത്രക്രിയയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു മരണത്തിലോട്ടൊന്നും പോകേണ്ട കാര്യമില്ല, ചികിത്സാ പിഴവാണ് എന്ന് ഉറപ്പിച്ച് ബന്ധുക്കൾ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അലിഗേഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഇന്നലത്തെ വാർത്ത, ഇന്നലെ സംഭവിച്ച കാര്യം എന്താ നമുക്കൊന്ന് കേട്ടു നോക്കാം. ആലപ്പുഴ കണിയാങ്കുളം ജംഗ്ഷനിലെ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറിൽ ഫാർമസിസ്റ്റായ ആശയെ വെള്ളിയാഴ്ച രാവിലെയാണ് ശസ്ത്രക്രിയയ്ക്കായി കടപ്പുറം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രാവിലെ തന്നെ ശസ്ത്രക്രിയ തുടങ്ങി. പെട്ടെന്നാണ് രോഗി അസ്വസ്ഥത കാണിച്ചത്. ആശുപത്രിയിലെ തന്നെ ഡോക്ടർമാരുടെ സംഘം ചികിത്സ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. ഹൃദയാഘാതം ഉണ്ടായതായാണ് ഡോക്ടർമാർ പറഞ്ഞത്. ബന്ധുക്കൾ പ്രതിഷേധിച്ചതോടെയാണ് 45 മിനിറ്റിന് ശേഷം ആശയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇവിടെ ചികിത്സയിൽ ഇരിക്കെയാണ് മരണം. ഞാൻ എന്താണ് ഇത് സംഭവിച്ചതെന്ന് പറയുമ്പോൾ ഒരു കുഴപ്പവും ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. അവിടെ ഇരുന്ന ഒരു കുഴപ്പവും ഇല്ലെന്ന്. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറി ചെല്ലുമ്പോഴാണ് കുഞ്ഞിൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നത്. അവർ ഓക്സിജൻ മാസ്ക് വെച്ച് ഇങ്ങനെ നെഞ്ചിനിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ബഹളം ഉണ്ടാക്കിക്കൊണ്ടാണ് പെട്ടെന്ന് ഒരു ആംബുലൻസ് വിളിച്ചത്. അതുവരെ അവരതിനകത്തിട്ട് ഒന്നും പറയാതെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ലാപ്രോസ്കോപ്പിക് സർജറിക്ക് സാധാരണ സങ്കീർണതകളൊന്നും ഉണ്ടാകാറില്ല. വനിതാ ശിശു ആശുപത്രി അധികൃതരുടെ വീഴ്ചയാണ് സംഭവത്തിന് പിന്നിലെന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് പരാതി നൽകുമെന്നും ബന്ധുക്കൾ പറയുന്നു. അന്നേരം മരിക്കുമെന്നാ പറഞ്ഞു. അന്നേരം മരിക്കുമെന്നാ പറഞ്ഞു. അറിയാവോ? അങ്ങനെയാ പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കണ്ടോണ്ടിരിക്കാം, സാക്ഷിയായിട്ട് ഇങ്ങനെ ഇരിക്കാം. ഇന്നിപ്പോൾ അവിടെ കടപ്പുണ്ട് പോർത്ത് കേസുണ്ട്. ഇതിൽ ഞങ്ങൾ ശക്തിയായിട്ട് പ്രതിഷേധിക്കും. ഇവിടെ വന്നിട്ടുള്ള ഒത്തിരി കേസുകൾ ഇങ്ങനെ വന്നിട്ട് ജീവനോടുകൂടി പോയിട്ടില്ല, മരണം. ഇനി ഒരു വ്യക്തിക്കും ഈ മെഡിക്കൽ കോളേജ് വന്നിട്ട് ഇങ്ങനെ ഒരു മരണം സംഭവിക്കരുത്. സംഭവത്തിൽ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി വനിതാ ശിശു ആശുപത്രി സൂപ്രണ്ടിൽ നിന്ന് റിപ്പോർട്ട് തേടി. ശസ്ത്രക്രിയക്കിടെ ഹൃദയാഘാതം ഉണ്ടായതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ആശയുടെ ഭർത്താവ് ശരത്ത് വിദേശത്താണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണത്തിൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ എന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചു. പറഞ്ഞ പോലെ നമുക്ക് കണ്ടോണ്ടിരിക്കാം, അല്ലാതെ നമ്മൾ വിശ്വസിച്ചിട്ടാണ് ആ ഹോസ്പിറ്റലിൽ ചെന്ന് കയറുന്നത്. ഇങ്ങനെ ഒരു മരണമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കണ്ടോണ്ടിരിക്കാം, അല്ല എന്തോ ചെയ്യാനാ, അല്ല എന്തോ ചെയ്യും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പുള്ളിക്കാരൻ ആ ബന്ധു പറയുന്നത് പോലെ തന്നെ നമുക്ക് കണ്ടോണ്ടിരിക്കാം. പിന്നെ കേസ് കൊടുത്തു, കേസിന്റെ വിധി എന്താവും, ഇതൊരു 2 ദിവസം ചർച്ച ചെയ്യുമായിരിക്കും ആളുകൾ. അതോടെ കൂടെ തീർന്നു. ആ കുട്ടിയുടെ, മരിച്ചുപോയ കുട്ടിയുടെ ഭർത്താവിനും പോയി, വീട്ടുകാർക്കും പോയി. എത്രയേ ഉള്ളൂ. കുറച്ച് നാളത്തേക്കൊന്നും സംസാര വിഷയമാകും. നമ്മുടെ നാട്ടിലെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജ് മാഡം ഇതൊന്നും അറിയുന്നില്ലേ? ഈ ഹോസ്പിറ്റലിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയുന്നില്ല. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? കുട്ടിയെ മാറിപ്പോകുന്നു, പ്രസവിച്ച കുട്ടിയെ അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ മാറിപ്പോകുന്നു. കുട്ടികൾക്കെടുത്ത ഇഞ്ചക്ഷനിൽ നിന്ന് ആ കുട്ടികൾക്ക് ഛർദില്, പനി, അതേപോലുള്ള ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ആളുകൾ പ്രസവത്തെ തുടർന്ന ആളുകൾ മരിക്കുന്നു, ശസ്ത്രക്രിയയൊക്കെ തുടർന്ന ആളുകൾ മരിക്കുന്നു. തീർന്നിട്ടില്ല, ഇനി ഒരു ന്യൂസും കൂടെ ഉണ്ട്, നോക്കാം. സ്റ്റാലിൻ, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് കായംകുളം തൈത്തറ നിതീഷിന്റെ ഭാര്യ രജിത, 33 വയസ്സുണ്ട്, ഈ യുവതി മരിക്കുന്നത്. 21-നാണ് ഈ യുവതിയുടെ പ്രസവം ആലപ്പുഴ ബീച്ചിലുള്ള വനിതാ ശിശു ആശുപത്രിയിൽ നടക്കുന്നത്. 18-നാണ് പ്രസവത്തെ തുടർന്ന് അഡ്മിറ്റ് ആയത്. 21-ന് പ്രസവത്തിന് ശേഷം ഈ യുവതി അബോധാവസ്ഥയിലായി. തുടർന്ന് ഈ ഗുരുതരമായതിനെ തുടർന്ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ മരിക്കുകയും ചെയ്തു. ആലപ്പുഴ മണ്ണഞ്ചേരി പൊന്നാട് സ്വദേശിയാണ് ഈ യുവതി. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണമായി ബന്ധുക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ നടന്ന് ശസ്ത്രക്രിയാ മുറിയിലേക്ക് പോയ ഈ യുവതി പിന്നീട് പ്രസവം കഴിഞ്ഞതിന് ശേഷം അബോധാവസ്ഥയിലാവുകയും പിന്നീട് സംസാരിക്കുകയും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവുകയും ചെയ്തില്ല. വളരെ ഗുരുതരമായ അവസ്ഥയിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. 21-നാണ് പ്രസവം നടന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പ്രസവം നടന്നത്. ആ പ്രസവത്തെ തുടർന്ന് തന്നെ ആലപ്പുഴ ഉച്ചയ്ക്ക് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടർമാർ പരമാവധി ഈ പെൺകുട്ടിക്ക് വേണ്ട ചികിത്സ, അതൊരു ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തെങ്കിലും ഈ വനിതാ ശിശു ആശുപത്രി പ്രസവം നടന്ന അല്ലെങ്കിൽ ആ സ്ഥലത്തെ പിഴവുകൾ ഇതിന് കാരണമായിട്ടുണ്ട് എന്നാണ് ബന്ധുക്കൾ നമ്മളോട് പറയുന്നത്. എന്തായാലും കുറച്ച് നാളുകൾക്ക് മുമ്പ്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ ഹോസ്പിറ്റലിൽ നടന്നൊരു കേസാണ്. വളരെ ആരോഗ്യവതിയായിട്ട് ഹോസ്പിറ്റലിലോട്ട് കയറിപ്പോയ, ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറിപ്പോയ യുവതി പ്രസവത്തിന് ശേഷം മരിച്ചു. എന്താല്ലേ,
ഇത് മാത്രമല്ല, എന്തൊക്കെ അലിഗേഷൻസ് ആണ് ആ ഹോസ്പിറ്റലിനെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആലപ്പുഴ ജില്ലയിലുള്ള എല്ലാ ഹോസ്പിറ്റലിനെ കുറിച്ചും. കഴിഞ്ഞ ദിവസം നമ്മളൊരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ, കുറച്ച് ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു ക്യാൻസർ പേഷ്യന്റിനെ അത് ഡയഗ്നോസ് ചെയ്യാൻ ചെന്നപ്പം എന്തോ ആസിഡ് ഒഴിച്ച് പൊള്ളിച്ചു എന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ എന്തായി? അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ എന്തായി? ഡോക്ടർമാർക്കൊക്കെ സംഘടനകളും അതും ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഈ പാവപ്പെട്ട രോഗികൾക്ക് എന്ത് സംഘടന? ആര് ചോദിക്കാൻ, ആര് പറയാൻ? അല്ലേ? കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട്. ആലപ്പുഴ കടപ്പുറത്തുള്ള വനിതാ ശിശു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കുത്തിവയ്പ്പെടുത്ത 11 കുട്ടികൾക്കാണ് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായത്. കുട്ടികൾക്ക് തളർച്ചയും വിറയലും ഛർദിയും ഉണ്ടായെന്ന് മാതാപിതാക്കൾ മനോരമ ന്യൂസിനോട് പറഞ്ഞു. അത് എടുത്തതിന് ശേഷം ഓരോ പിള്ളേർക്ക് പനി, ടെമ്പറേച്ചർ കൂടുകയും അതിനുശേഷം ഛർദിയിൽ, പിന്നെ തലകറക്കം, തളർന്നു പോലും പിള്ളേർ ക്ഷീണിച്ച് കിടക്കുകയൊക്കെ ചെയ്തു. കുട്ടികളെല്ലാം തളർന്നു വീഴുക, ഛർദിക്കുന്നവർ അങ്ങനെയുണ്ട്, വയറ്റിന് പോകുന്നവർ അങ്ങനെയുണ്ട്. എല്ലാ ബെഡിലും ഒരേ അവസ്ഥയെ കിടക്കുക. 103 ഡിഗ്രി വരെ പിള്ളേർക്ക് ടെമ്പറേച്ചർ കൂടി. ഈ പ്രശ്നം നടന്നപ്പം ഇവിടെ ആംബുലൻസ് പുറത്ത് വിളിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. വണ്ടാനത്ത് ബെഡ് വരെ ബുക്ക് ചെയ്തിട്ടാണ് ഇവർ ഇത് നോക്കിയത്. ഞങ്ങൾ ഇവിടെ വാതിക്കെ നിന്ന് ഞങ്ങളെ ഒരാളെ പോലും അകത്തോട്ട് കയറ്റി വിടാനോ നമ്മുടെ മക്കളെ കാണാനോ ഒന്നും പറ്റത്തില്ല. ഇന്നു രാവിലെ കുട്ടികളെ നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് ചെയ്യാനും ആശുപത്രി അധികൃതർ ശ്രമിച്ചെന്ന് മാതാപിതാക്കൾ കുറ്റപ്പെടുത്തി. ഇന്ന് രാവിലെ വന്നിട്ട് ഇതിനകത്തൊരു 8-9 പേർക്ക് നിർബന്ധിച്ച് ഡിസ്ചാർജ്. അതായത് എന്റെ കുഞ്ഞിന് 2 ദിവസം കൂടെ ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ചെയ്യേണ്ടതാണ്, എന്നാലേ ബ്ലഡിന്റെ കൗണ്ട് കുറയത്തുള്ളൂ എന്ന് പറഞ്ഞ എന്റെ കുഞ്ഞിന് ഇന്ന് ഡിസ്ചാർജ്. ഇന്ന് ESR ചെയ്യേണ്ട ഇവന്റെ കുഞ്ഞിന് ഡിസ്ചാർജ്. എല്ലാവർക്കും നിർബന്ധിച്ച ഡിസ്ചാർജ്. 6-8 പേർക്ക് ഡിസ്ചാർജ്. കുത്തിവയ്പ്പിന് ഉപയോഗിച്ച ആംബിസിലിൻ മരുന്നിന്റെ ഒരു ബാച്ചിനാണ് പ്രശ്നമുണ്ടായതെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആശ പറഞ്ഞു. ഈ ബാച്ച് മരുന്ന് ഉപയോഗിക്കുന്നത് നിർത്തിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന് റിപ്പോർട്ട് നൽകിയതായും സൂപ്രണ്ട് അറിയിച്ചു. റിപ്പോർട്ടും അതും ഇതുമൊക്കെ കൊച്ചുങ്ങളെ കൊണ്ട് അവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങളെയൊക്കെ വിശ്വസിച്ചിട്ടാണ്. നിങ്ങളെന്ത് ഇപ്പൊ മരുന്നിന്റെ കേസ്, ഓക്കെ, മരുന്നിന്റെ കേസ് എന്ന് പറയുന്നത് അപ്പൊ 1-2 കുട്ടികൾക്ക് അങ്ങനെ സംഭവിച്ചു, അപ്പൊ നിർത്തിക്കൂടെ? ഇത്രയും കുട്ടികൾക്ക് സംഭവിച്ചിട്ടും നിങ്ങൾ അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വരുന്ന മരുന്നിന്റെ ഗുണനിലവാരമൊക്കെ ആര് ചെക്ക് ചെയ്യുന്ന? പാവപ്പെട്ടവന്റെയൊക്കെ, നിങ്ങളെപ്പോലുള്ള മന്ത്രിമാരുടെയോ അല്ലെങ്കിൽ MLA മാരുടെയോ ഒക്കെ ആരുടെങ്കിലും കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഇതുപോലെ സർക്കാർ ഹോസ്പിറ്റലിൽ വരുമോ? ഇല്ല, അവരൊക്കെ വലിയ ഹോസ്പിറ്റലിലൊക്കെ പോയി ചികിത്സിക്കും. ആൾക്കാർ ഇതേപോലത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാശ് മുടക്കി ചികിത്സിക്കും. കാശ് മുടക്കാൻ അത്രയും കാശില്ലാത്തവർ ഇതേപോലുള്ള ഹോസ്പിറ്റലിൽ വരും, അവിടുന്ന് പണി മേടിക്കും. അതല്ലേ ഇവിടെ നടക്കുന്നത്. ഇനിയുണ്ട് ഈ കുട്ടീനെ മാറിപ്പോയെന്ന്. എന്തുമാത്രം വലിയൊരു അനാസ്ഥയാണ് കുട്ടിയെ മാറിപ്പോയത്. ആലപ്പുഴയിൽ നിന്ന് വന്നൊരു വാർത്തയാണ് ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നവജാത ശിശുക്കളെ മാറി നൽകിയെന്നുള്ളത്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആശുപത്രി അധികൃതർക്കാണെന്നാണ് അമ്മമാർ പറയുന്നത്. ഇന്നലെ കുഞ്ഞിന് മഞ്ഞ നിറമുണ്ടെന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ഫ്ലോറിൽ കൊണ്ടുപോകാൻ വേണ്ടി അമ്മയെടുത്ത് കൊടുത്തു വിട്ടായിരുന്നു കുഞ്ഞിനെ. അപ്പം നേഴ്സുമായിട്ട് പോയി. ഒരു 2.5 മണിക്കൂറായിട്ടും കുഞ്ഞിനെ കാണില്ല. അപ്പോൾ ഇവിടെ വന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു കുഞ്ഞ് കരയുന്നവരെ അവിടെ കിടത്തും, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വിടത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു 6:30 ആയപ്പോഴത്തേക്കും റോസ്മിയുടെ കുഞ്ഞ് കരയുന്നെന്ന് പറഞ്ഞ് അവർ അമ്മേനെ വിളിച്ച്. അപ്പോൾ അമ്മ ചെന്ന് കുഞ്ഞിനെ വാങ്ങി ഇങ്ങോട്ട് വരുക. പെൺകുട്ടീനെ തന്നിട്ട് എനിക്ക് പെൺകുട്ടീനെ അമ്മയുടെ കൈ കൊടുത്തു വിട്ടത്. അപ്പം അമ്മ ഫ്ലോറിൽ ഇങ്ങോട്ട് നടന്നു വരുമ്പോഴത്തേക്കും നോക്കി കുഞ്ഞിനോട് സംസാരിച്ചിട്ടൊന്നും അവനാകുമ്പോഴത്തേക്കും റെസ്പോണ്ട്, എന്തെങ്കിലും കണ്ണ് വെച്ചാൽ റെസ്പോണ്ടൊക്കെ ചെയ്യും. ഇതൊന്നും ചെയ്യുന്നില്ല. അപ്പം നോക്കിയപ്പോൾ കുഞ്ഞ് മാറി. അമ്മ ഓടി അവരുടെ അടുത്ത് കൊണ്ടുവന്ന്. അപ്പോഴത്തേക്കും അവർ റോസ്മിന്ന് ആ സമയത്ത് വിളിച്ചത്. അവരായിട്ട് മാറ്റി പറഞ്ഞു, അശ്വതി എന്നാണ് വിളിച്ചത്, നിങ്ങളാണ് ടർക്കിയുടെ നിറം കണ്ടെടുത്തിട്ട് പോയി എന്ന് പറഞ്ഞ്. കുഞ്ഞിൻ്റെ കയ്യിൽ ടാഗുണ്ട്. ടാഗ് നോക്കിയിട്ടല്ലേ, അതും ഒരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിൻ്റെ കയ്യിലാണ് കൊടുക്കുന്നത്. നമുക്കല്ലേ മനസ്സിലാകത്തുള്ളൂ എന്ത് വേദന തിന്ന കുഞ്ഞുങ്ങൾ ഇതാകുന്നതെന്ന്. ഞാൻ ഒരുപാട് എൻ്റെ കുഞ്ഞിനെ അബോർഷൻ വരെ ചെയ്യണമെന്ന് പറഞ്ഞു. അത്രയും സ്ട്രെയിൻ എടുത്ത് ഇതുവരെ ആക്കി കുഞ്ഞിനെ കിട്ടിയപ്പോൾ അതിനെയും കൊണ്ട്. അശ്വതിക്ക് എപ്പോഴാണ് മനസ്സിലായത് ഈ സംഭവം കുഞ്ഞുങ്ങളെ മാറി എന്നുള്ള വിഷയം? എൻ്റെ അമ്മ ലാസ്റ്റ് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അമ്മ വെയിറ്റ് ചെയ്തിട്ട് അമ്മയുടെ പേര് വിളിച്ചില്ല, റോസ്മി തോമസ് എന്ന് വിളിച്ചപ്പോൾ ഈ ആൻറ്റി ചെന്ന് കുട്ടിയെ വാങ്ങി താഴെ ഇറങ്ങി. ആൻറ്റിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. എന്തൊരവസ്ഥയല്ലേ. ആൺകുഞ്ഞിനെ പ്രസവിച്ച് അമ്മയ്ക്ക് കൊടുത്തു വിട്ടേക്കുന്ന പെൺകുഞ്ഞിനെ അവിടെ കിടക്കുന്ന എന്തെങ്കിലും എടുത്തിട്ട് പോകാൻ പറയുന്ന ആശുപത്രി ജീവനക്കാർ. എന്താല്ലേ എൻ്റെ പൊന്നെ വീണ മാഡം, നിങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതിന് പ്രോപ്പറായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കുക. പാവപ്പെട്ടവരാണ് അവിടെ പോകുന്നത്, കാശില്ലാത്തവർ വലിയ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്തവരൊക്കെയാണ് അവിടെ പോകുന്നത്. സോ അവരെയും കൂടി ഒന്ന് പരിഗണിക്കുക. നിങ്ങൾ മറ്റുള്ളവരെ മാത്രം പരിഗണിച്ചാൽ പോരാ. ഇതുപോലെ ഹോസ്പിറ്റൽ ഉണ്ടാക്കി വെച്ചിട്ട് അത് നേരെ ചൊവ്വേ നടക്കുന്നുണ്ടോ അതോ ആളെ കൊല്ലുന്ന പരിപാടിയാണോ അവിടെ നടക്കുന്നത്? ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുക. ബസ്സൊക്കെ ഓട്ടോ ഒക്കെ നിർത്തിയില്ലേ?
ഈ നാട് മുഴുവൻ നവകേരള സദസ്സൊക്കെയായിട്ട് നടന്നില്ല. ഓക്കെ, അതൊക്കെ ഫൈൻ, എല്ലാം ഓക്കെ. പക്ഷെ ഇതേപോലുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചുകൂടെ? ഇന്നലെ ആ മരിച്ച അവരുടെ വീട്ടുകാർക്ക് പോയെന്നല്ലാണ്ട് വേറെ ആർക്ക് എന്ത് പറ്റാനാ? നിങ്ങൾ കുറച്ച് ആളിങ്ങനെ പറഞ്ഞു നടക്കും, കുറച്ച് ന്യൂസൊക്കെ ഇങ്ങനെ വരുമായിരിക്കും, നമ്മളെപ്പോലുള്ളവരും കുറച്ചും ചർച്ച ചെയ്യും. ഗൾഫിലാണ് ആ ഇന്നലെ മരിച്ച പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡ്. എങ്കിലും കുറച്ചൊക്കെ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ല നമ്മുടെ ഹോസ്പിറ്റലിൽ ഇഷ്ടം പോലെ ഫെസിലിറ്റീസ് ഉണ്ട്, നമുക്ക് ഇഷ്ടം പോലെ ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷെ അതൊന്നും നേരെ ചൊവ്വ ഉപയോഗിക്കുന്നില്ല എങ്കിൽ എന്തോ ചെയ്യാനാ? ഇതേപോലെ ആളുകൾ ദിനം പ്രതി എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ബേസ് ചെയ്തിട്ടുണ്ടാകുന്നത്. ഈ ആലപ്പുഴ ഹോസ്പിറ്റൽ, ഈ ഹോസ്പിറ്റലിൽ മാത്രമായിട്ട് ഇങ്ങനെ ഇതിപ്പോൾ വന്നിട്ട് പല സമയത്തുള്ള ന്യൂസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. പല മാസങ്ങൾ ഇടവേളയിൽ ഉണ്ടായിട്ടുള്ള ന്യൂസാണ് കാണിച്ചിരിക്കുന്നത്. ഇനി കുറച്ചാൾ കഴിയുമ്പോൾ വേറെ ന്യൂസ് വരും. ഇനി അങ്ങനെ ഒരു ന്യൂസ് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്തായാലും ഇതിലൊക്കെ കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധ വേണമെന്ന് തോന്നുന്നു. മാഡത്തിൻ്റെ ചെവിയിലോട്ടൊക്കെ ഈ ന്യൂസ് എത്തുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കെയർ ചെയ്യുക. അവിടെ വരുന്ന രോഗികൾക്കും കൂടി. എല്ലാവർക്കും ഒന്നും പോകാൻ പറ്റില്ലെന്നേ വലിയ ഹോസ്പിറ്റലൊന്നും. ഇതേപോലുള്ള സർക്കാർ ഹോസ്പിറ്റലൊക്കെയാണേ കൂടുതൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം അവിടുന്ന് നേരെ വേറെ ചികിത്സ കിട്ടുന്നില്ല എങ്കിൽ എന്താല്ലേ അവസ്ഥ? അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം, ഇത് കണ്ട ഈ വീഡിയോ കണ്ടതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന്, അല്ലെങ്കിൽ ആ ആലപ്പുഴ മേഖലയിലുള്ള ഈ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക.